ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പ്രിയപ്പെട്ടവരെ, വചനം തിരുവചനം പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്നേ ദിവസം യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടിയ ഏതൊരു വ്യക്തിയും ദൈവപൈതലാണെന്ന് തിരിച്ചറിയുവാനുണ്ടാകുന്നു. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: അവനെ സ്വീകരിച്ചവർക്ക്, അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകുന്നു. ഗലാത്യ ലേഖനത്തിൻ്റെ 3-ാം അധ്യായത്തിലെ 26 മുതലുള്ള വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു: യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി നിങ്ങളെല്ലാവരും ദൈവസുതരാണ്, ദൈവത്തിൻ്റെ മക്കളാണ്. നമ്മുടെ ദൈവ മക്കളെന്ന് പറയുമ്പോൾ ഇതൊരു ആശയതലത്തിൽ നിൽക്കേണ്ട ഒരു സംഭവമല്ല. യേശുക്രിസ്തുവിലായിരിക്കുന്ന ഏതൊരു വ്യക്തിയും നമ്മളെ ദൈവത്തിൻ്റെ മക്കളാക്കാനാണ് ദൈവപുത്രനായ മിശിഹ ഈ ഭൂമിയിലേക്ക് വന്നത്. അവിടുന്ന് ഇവിടെ വന്ന് നമ്മളെ ദൈവത്തിൻ്റെ മക്കളാക്കി തീർത്തു. പ്രിയമുള്ളവരെ, ഇന്നേ ദിവസം നമ്മൾ ചിന്തിക്കുന്നത് ആ ദൈവമക്കളുടെ സ്വാതന്ത്ര്യവും ആ ദൈവമക്കൾക്കടുത്ത ഔന്നത്യവും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അതിനെന്താണ് തടസ്സം നിൽക്കുന്നത്? നമ്മൾ റോമാലേഖനത്തിൻ്റെ 8-ാം അധ്യായം 28 മുതലുള്ള വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു: തന്നെ സ്നേഹിക്കുന്നവർക്ക്, തൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് സകലതും അവിടുന്ന് നന്മയ്ക്കായി പരിണമിപ്പിക്കുമെന്ന്. തുടർന്ന് പറയുകയാണ്, അവിടുന്ന് മുൻകൂട്ടി അറിഞ്ഞവരെ തൻ്റെ പുത്രൻ്റെ സാദൃശ്യത്തിന് അനുരൂപരാക്കുവാൻ അവിടുന്ന് മുൻകൂർ നിശ്ചയിച്ചു. ഇത് തൻ്റെ പുത്രൻ അനേക മക്കളിൽ ആദ്യ ജാതനാകേണ്ടതിനാണ്. പ്രിയമുള്ളവരെ, യേശുക്രിസ്തുവിനെ പോലെ തന്നെ, യേശുക്രിസ്തുവിനോടൊപ്പം തന്നെ ദൈവത്തിൻ്റെ പൈതലുകളാണ് നമ്മൾ, ദൈവത്തിൻ്റെ മക്കളാണ് നമ്മൾ. ഗലാത്യ ലേഖനം 4-ൽ പറയുന്നുണ്ട്: ഇതാണ് ഞാൻ വിവക്ഷിക്കുന്നത്, പിന്തുടർച്ചാവകാശി സ്വത്തിൻ്റെ പൂർണ്ണ അധികാരിയാണെങ്കിൽ പോലും ബാലനായിരിക്കുന്നിടത്തോളം കാലം അടിമയിൽ നിന്നും വ്യത്യസ്തനല്ല. അവിടെ ശിശുവായിരിക്കുമ്പോൾ നാം കാര്യസ്ഥന്മാരുടെയും മാതാപിതാക്കളുടെയും ശിക്ഷണത്തിൽ വളരുന്നു. നമ്മുടെ കാര്യവും ഇങ്ങനെ തന്നെ. നാം ശിശുക്കളായിരുന്നപ്പോൾ പ്രകൃതിയുടെ ശക്തികൾക്ക് അടിമകളായി ജീവിച്ചു. എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ അവിടുന്ന് കന്യകയിൽ നിന്നും ജാതനായി നിയമത്തിന് അധീനനായി ജനിച്ചു. നിയമത്തിന് അടിമത്തത്തിലായിരുന്ന നമ്മളെ നിയമത്തിൽ നിന്ന് വിമുക്തനാക്കി. ഇത് തൻ്റെ പുത്രൻ, ഇത് യേശുക്രിസ്തുവിൻ്റെ അതേ ആത്മാവിനെ നമ്മുടെ ഹൃദയങ്ങൾ, അതുവഴി അവിടുന്ന് തൻ്റെ അതേ ആത്മാവിനെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് അയച്ചുകൊണ്ട് നാം ആബാ പിതാവി എന്ന് വിളിക്കുന്നവരാക്കി നമ്മളെ തീർത്തു. അവിടെ ഗലാത്യ ലേഖനം ഇങ്ങനെയാണ് പറയുന്നത്, നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. അത്: കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ അയച്ചു. അവൻ സ്ത്രീയിൽ നിന്നും ജാതനായി നിയമത്തിന് അധീനനായി ജനിച്ചു. അങ്ങനെ പുത്രന്മാരായി ദത്തെടുക്കേണ്ടതിന് അവൻ നിയമത്തിന് അധീനരായി കഴിഞ്ഞവരെ വിമുക്തരാക്കി. നിങ്ങൾ മക്കളായതുകൊണ്ട് ആബാ പിതാവേ എന്ന് വിളിക്കുന്ന തൻ്റെ പുത്രൻ്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് അയച്ചിരിക്കുന്നു. ആകയാൽ ഇനി മുതൽ നിങ്ങൾ ദാസരല്ല, പിന്നെയോ പുത്രന്മാരാണ്. പുത്രനെങ്കിൽ ദൈവഹിതമനുസരിച്ച് അവകാശികളുമാണ്. പ്രിയമുള്ളവരെ, ദൈവഹിതമനുസരിച്ച് സ്വർഗത്തിന് അവകാശികളും ദൈവത്തിൻ്റെ മക്കളുമായി തീർന്ന ജനങ്ങൾ. എന്നാൽ ക്രിസ്ത്യാനികളെന്ന് പറയപ്പെടുന്ന പലർക്കും എന്തുകൊണ്ടിത് സാധിക്കുന്നില്ല? ഇത് മറ്റൊന്നുമല്ല പ്രിയമുള്ളവരെ, പലപ്പോഴും യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടു എന്ന് പറയുന്ന ഒരുപക്ഷെ ക്രൈസ്തവരായ നമ്മൾ പലപ്പോഴും ജ്ഞാനസ്നാനത്തിലൂടെ സ്വീകരിച്ചവരാകാം, അതോടൊപ്പം തന്നെ വീണ്ടും പല കൂദാശകളും സ്വീകരിച്ചവരാകാം, സ്ഥൈര്യലാപനം സ്വീകരിച്ചവരാകാം, വിവാഹമെന്ന കൂദാശ സ്വീകരിച്ചവരാകാം. എങ്കിലും നാം യേശുക്രിസ്തുവിനോട് എങ്ങനെ ഐക്യപ്പെട്ടിരിക്കുന്നുവോ ആ ഐക്യത്തിൻ്റെ തോതനുസരിച്ച് മാത്രമേ ദൈവമക്കളുടെ പദവി നമുക്ക് അനുഭവിക്കാൻ സാധിക്കൂ. നമുക്കറിയാമല്ലോ, മാർത്താണ്ഡവർമ്മ ഭരിക്കുന്ന രാജ്യത്തിന് മാർത്താണ്ഡവർമ്മയുടെ രാജ്യമെന്ന് പറയും. അതുപോലെ തന്നെയാണ് ദൈവം ഭരിക്കുന്ന രാജ്യത്തിന് ദൈവരാജ്യമെന്ന് പറയും. രാജാവിൻ്റെ പുത്രനെ അവന് ഇന്ത്യ മഹാരാജ്യത്തെ ഒരു രാജാവിൻ്റെ പുത്രന് തീർച്ചയായിട്ടും അവൻ ഇന്ത്യയുടെ പൗരനാണെങ്കിലും അവന് പൗരന്മാരിൽ നിന്ന് വ്യത്യസ്തമായൊരു പദവിയുണ്ട്. അത് മറ്റൊന്നുമല്ല, അവൻ രാജകുമാരനാണ്. ഇതുപോലെ ദൈവരാജ്യത്തിലെ ദൈവകുമാരന്മാരാണ് ക്രിസ്ത്യാനികൾ. ദൈവരാജ്യത്തിലെ ദൈവകുമാരന്മാരായി ഉയർത്തിയ ക്രിസ്ത്യാനി എന്തുകൊണ്ട് വീണ്ടും അതിൻ്റെ ഫലം പുറപ്പെടുവിക്കുവാനോ അതിനനുസരിച്ച രീതിയിൽ ജീവിക്കാനോ സാധിക്കുന്നില്ല? പ്രിയമുള്ളവരെ, മറ്റൊന്നുമല്ല, മനുഷ്യ ഹൃദയത്തിൽ പാപം കുടികൊള്ളുന്നത്രയും കാലം അവന് ദൈവത്തെ ദൈവമായി അറിയുവാനോ ദൈവത്തിൻ്റെ മകനാകുവാനോ സാധ്യമല്ല. അതല്ലേ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 59-ാമത്തെ അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ പറയുന്നില്ലേ: രക്ഷിക്കുവാൻ കഴിയാത്തവണ്ണം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല, കേൾക്കുവാനാവാത്തവണ്ണം അവിടുത്തെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല. നിൻ്റെ അകൃത്യങ്ങൾ എന്നെയും നിന്നെയും തമ്മിൽ അകറ്റിയിരിക്കുന്നു, നിൻ്റെ പാപങ്ങൾ എൻ്റെ മുഖം നിന്നിൽ നിന്നും മറച്ചു വച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, ദൈവത്തെ നമ്മിൽ നിന്നും മറക്കുന്ന അടിസ്ഥാന പാപങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം.
കത്തോലിക്കാ സഭയുടെ വേദപാഠ പുസ്തകം പറയുകയാണ്, 2001 മുതൽ 2006 വരെയുള്ള ഖണ്ഡികകൾ വായിച്ചാൽ നമുക്ക് കാണാം, പാപം എന്ന് പറയുന്നത് കേവലം കുറേ പ്രവൃത്തികൾ മാത്രമല്ല, പാപം മനുഷ്യഹൃദയത്തിൻ്റെ അവസ്ഥയും അതുമൂലം അവനെടുക്കുന്ന നിലപാടുമാണ്. മാമോദീസായിലൂടെ ഉത്ഭവഭാവം നീങ്ങപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നവരാണ് കത്തോലിക്കരായ മനുഷ്യർ, അല്ലെങ്കിൽ അപ്പോസ്തലിക സഭയിലെ ആൾക്കാരെല്ലാം. മാമോദീസായിലൂടെ ഉത്ഭവഭാവം നീങ്ങി, കർമ്മഭാവം ഉണ്ടെങ്കിൽ അതും നീങ്ങി. പിന്നീട് എങ്ങനെ ആത്മനിറവിൽ ഇവന് നിലനിൽക്കാൻ പറ്റാതെ പോകുന്നു? പ്രിയമുള്ളവരെ, കുട്ടിക്ക് മാമോദീസ കൊടുക്കുമ്പോഴേ യേശുക്രിസ്തുവിനോട് ഐക്യപ്പെടുത്തിയവനാണെങ്കിലും തുടർന്ന് അവനിൽ യേശുവിനെ രൂപപ്പെടുത്തുന്നതിൽ മാതാപിതാക്കളും സമൂഹവും വന്നുപോയ വീഴ്ചയാണ് പലപ്പോഴും മനുഷ്യഹൃദയത്തിൽ മൂലപാപങ്ങൾ തലപൊക്കാൻ കാരണം. ഞാൻ ഓർക്കുകയാണ്, മാമോദീസ സ്വീകരിക്കുന്ന കുഞ്ഞുങ്ങളെ മാമോദീസ കൊടുക്കുമ്പോൾ അവർ തിരികെത്തിച്ച് കൊച്ചിൻ്റെയും തലോട്ടപ്പനും തലോട്ടമ്മയുടെയും കൈ കൊടുത്തിട്ട് പറയും, ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഈ വിശ്വാസ ദൈവം അണയാതിരിക്കാൻ ഞങ്ങൾ സൂക്ഷിച്ചു കൊള്ളാം. പക്ഷേ ആ കുട്ടി വളരുന്നതനുസരിച്ച് അവനിൽ മൂലഭാവവും തലവെക്കാൻ തുടങ്ങുന്നു. കാരണം ഏതാണ്ട് യേശുക്രിസ്തുവിനോട് ഐക്യപ്പെടുവാൻ വേണ്ടി മാമോദീസ സ്വീകരിച്ച നാം അവൻ്റെ മരണത്തോട് ഐക്യപ്പെടുവാനാണ് മാമോദീസ സ്വീകരിച്ചെന്ന് റോമർ 3 പറയുന്നുണ്ട്. അപ്പം യേശുക്രിസ്തുവിനോട് ഐക്യപ്പെടുത്തുക എന്നതാണ് മാമോദീസയുടെ ഉദ്ദേശമെങ്കിൽ കൊച്ചു വളരുന്നതനുസരിച്ച് യേശുവിൽ വളരണം അവൻ. ഇന്നെന്താ സംഭവിക്കുന്നത്? പല കുടുംബങ്ങളിലും പിതൃത്വം ഒരു വിശ്വാസമാണെന്ന് നമുക്കറിയാം. ഒരു 2.5 വയസ്സുള്ള കുട്ടിയോട് പോലും അവൻ്റെ അപ്പനെതിരായിട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടി ശക്തമായി പ്രതിഷേധിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. 2.5 വയസ്സുള്ള കുട്ടിയിൽ അപ്പനെ ജനിപ്പിച്ചത് ആരാ? തീർച്ചയായിട്ടും അവൻ്റെ അമ്മയാണ്. കാരണം ആ കുട്ടി അമ്മയുടെ ഉദരത്തിൽ രൂപപ്പെട്ടപ്പോഴേ തന്നെ അപ്പനും അമ്മയും കൂടി സംസാരിക്കാൻ തുടങ്ങി. അതോടൊപ്പം തന്നെ പോയി പരിശോധിച്ച് കൺഫേം ചെയ്ത് വന്നു കഴിയുമ്പോഴും ആ സന്തോഷത്തോടെ അപ്പനെ ഓർക്കുന്നു. കുട്ടി ഉദരത്തിൽ വളരുന്നതനുസരിച്ച് അമ്മ കൂടുതൽ ഭർത്താവുമായിട്ടുള്ള ഡയലോഗിൻ്റെയും സാമീപ്യത്തിൻ്റെയും ഒക്കെ ഫലമായി കുഞ്ഞിന് അപ്പനെ കിട്ടുന്നു. അവസാനം ഒരു 6 മാസമൊക്കെ കഴിയുമ്പോൾ ചവിട്ടും തൊഴിയൊക്കെ തുടങ്ങുമ്പോൾ പറയും, ചേട്ടാ അതേ നമ്മുടെ കൊച്ച്. അപ്പോൾ അതും അവർ തമ്മിൽ പങ്കുവയ്ക്കുന്നു. അതിലൂടെയും കുഞ്ഞിനെ കിട്ടുന്നു. അമ്മ പ്രസവിച്ച് കഴിയുമ്പോൾ ആരെല്ലാം വന്ന് കുട്ടിയെ കണ്ടാലും സ്വന്തം ഭർത്താവ് വന്ന് കാണുമ്പോൾ ആ അമ്മ അപ്പനെ നോക്കുന്നു. അത് നോക്കിക്കൊണ്ട് കുഞ്ഞിന് മുല കൊടുക്കുന്നു. അപ്പോഴും മുലപ്പാലിലൂടെയും കുട്ടിക്ക് അപ്പനെ കിട്ടി. അങ്ങനെ കിട്ടിയ കുട്ടിക്ക് 2.5 വയസ്സാകുമ്പോൾ പോലും യാതൊരു തെളിവുമില്ലെങ്കിലും അപ്പനാണെന്ന് അംഗീകരിക്കാൻ പറ്റുന്നു. അമ്മയുടെ വിചാരങ്ങളിലൂടെയും അമ്മയുടെ വികാരങ്ങളിലൂടെയും അമ്മയുടെ ചേതനയിലൂടെയും അമ്മയുടെ വ്യക്തിത്വത്തിലൂടെയും കുഞ്ഞിലേക്ക് അപ്പനെ രൂപപ്പെടുത്തി അവൾ. അങ്ങനെയാണല്ലോ നമ്മളെല്ലാവരും പിതാവെന്ന് വിളിക്കുന്നത്. പ്രിയമുള്ളവരെ, ഭാര്യാഭർത്തൃ ബന്ധം മരണം വരെയുള്ളത് നമുക്കറിയാം. മരണത്തിനപ്പുറത്തേക്ക് ആ റിലേഷനില്ല. മരണം വരെയുള്ളൊരു ബന്ധത്തെ സ്ഥാപിക്കുവാൻ ഈ അമ്മയ്ക്ക് കഴിഞ്ഞത് ആ ഭർത്താവിനോടുണ്ടായിരിക്കേണ്ട യഥാർത്ഥ ഹൃദയബന്ധമാണ്. എന്നാൽ ഒരു ക്രിസ്ത്യാനി, ഒരു ക്രൈസ്തവനെന്ന് പറഞ്ഞാൽ അർത്ഥം അവൻ യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടവനാണ്. അമ്മ വിശ്വാസിയാണെങ്കിൽ, അമ്മ യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടുവെങ്കിൽ ആ ഐക്യമെന്ന് പറയുന്നത് എപ്പോൾ ആരംഭിച്ചു, എപ്പോൾ അവസാനിച്ചു. എഫെസസ് ലേഖനം 1:4 പറയുകയാണ്, തൻ്റെ മുമ്പാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കുവാൻ വേണ്ടി ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ യേശുക്രിസ്തുവിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് നമ്മൾ. വീണ്ടും പറയുകയാണ്, നമുക്കറിയാം, പുനരുദ്ധാനവും ജീവനും ഞാനാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അങ്ങനെ വിശ്വസിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നവൻ ഒരു നാളും മരിക്കുകയില്ല. പ്രിയമുള്ളവരെ, യേശുക്രിസ്തുവിൽ ലോകസ്ഥാപനത്തിന് മുമ്പ് തിരഞ്ഞെടുക്കപ്പെട്ട വിശ്വാസി ഇതാ മരണാനന്തരം നിത്യമായ അവനോടൊപ്പം ജീവിക്കുന്നു. അങ്ങനെ ആദിയും അന്ത്യവുമില്ലാത്ത ഒരു ഐക്യം യേശുക്രിസ്തുവിനോട് വിശ്വാസത്താൽ ഉണ്ടായത് അനുഭവിച്ചറിയാൻ കഴിഞ്ഞ ഒരു അമ്മയാണെങ്കിൽ ആ അമ്മ അപ്പനെ രൂപപ്പെടുത്തുന്നതിനേക്കാൾ കൂടുതൽ അവനിൽ യേശുവിനെ രൂപപ്പെടുത്താൻ സാധിക്കും. ഇന്ന് പറ്റിയിരിക്കുന്ന അവസ്ഥ എന്താണ്? പലപ്പോഴും വിശ്വാസത്തിൽ വളരാത്ത വ്യക്തികളുടെ കൈകളിൽ വിശ്വാസിയാകേണ്ട കുഞ്ഞ് വളരുമ്പോൾ ആ കുഞ്ഞ് വളരുന്നതനുസരിച്ച് അവനിൽ യേശു വളരുന്നുണ്ടോ എന്ന് നോക്കാൻ ആര് ശ്രദ്ധിക്കുന്നു? പലയിടത്തും മാതാപിതാക്കളുടെ അറിവില്ലായ്മയോ അജ്ഞതയോ വിശ്വാസരാഹിത്യമോ ഒക്കെ നമ്മളെ ബാധിക്കാം. പാപം മനുഷ്യഹൃദയത്തിൻ്റെ അവസ്ഥയും അതുമൂലം അവനെടുക്കുന്ന നിലപാടുമാണ്. പലപ്പോഴും പലരും ധരിച്ചു വെച്ചിരിക്കുന്ന കുറേ പ്രവൃത്തികളാണ് പാപമെന്നാണ്. പ്രിയമുള്ളവരെ, പാപപ്രവൃത്തികൾ ഉണ്ടാകുന്നതിന് മുമ്പ് പാപ അവസ്ഥ മനുഷ്യനുണ്ടെന്ന് തിരിച്ചറിയണം. പാപാവസ്ഥയേക്കാൾ ഉപരിയായി പാപത്തിൻ്റെ 7 വേരുകൾ, മൂലപാപങ്ങൾ എന്താണെന്ന് അറിയണം. ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത് അതിനെക്കുറിച്ചാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ഹൃദയത്തിൽ പാപം 7 മൂലപാപങ്ങൾ, അടിസ്ഥാന പാപങ്ങൾ അഥവാ മാരക പാപങ്ങൾ, മരണകരമായ പാപങ്ങൾ എന്നൊക്കെ പറയും. എന്ന് പറഞ്ഞാൽ ഈ പാപാവസ്ഥ നിലവിൽ നിൽക്കുന്ന ഒരു വ്യക്തിയിൽ ആത്മനിറവ് അനുഭവിക്കുവാനോ ദൈവിക ജീവൻ സ്വീകരിക്കുവാനോ അവന് സാധ്യമല്ല. ആയതിനാൽ ഇതിനെക്കുറിച്ചാണ് നമ്മൾ ബോധവാന്മാരാകേണ്ടത്. അടിസ്ഥാന പാപങ്ങൾ, ഫണ്ടമെൻ്റൽ സിൻസ്, മൂലപാപങ്ങൾ എന്നൊക്കെ പറയും. അപ്പോൾ ഒരു വൃക്ഷത്തിൽ
എത്രമാത്രം പക്ഷേ ഒരു മാവ് നമ്മൾ മൽഗോവ മാങ്ങയാണെന്ന് വിചാരിച്ച് നേഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വെച്ചു. പക്ഷേ കിളുത്ത് വന്നപ്പോൾ മാങ്ങ ഉണ്ടായപ്പോൾ പുളിയും ചൊനയും കൊണ്ട് തിന്നാനും പറ്റിയില്ല, പഴുപ്പിക്കാനും പറ്റാത്തൊരു പരുവത്തിലെത്തിയാൽ ആ മാവിൽ ഇനി വേറെ മാങ്ങ ഉണ്ടാകണമെന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. നമ്മളതിന് പകരം മാങ്ങ പറിച്ച് മാറ്റിയത് കൊണ്ടൊക്കില്ല, അവൻ്റെ കമ്പിറക്കിയത് കൊണ്ടൊക്കില്ല. അത് വേരോടെ പിഴുതെറിഞ്ഞ് വേറെ മാവ് അവിടെ വെച്ചെങ്കിലേ നമുക്ക് നല്ല മാങ്ങ കിട്ടുകയുള്ളൂ. ഇതുപോലെ മനുഷ്യ ഹൃദയത്തിലെ വേരൂന്നിയിരിക്കുന്ന പാപത്തിൻ്റെ വേരുകളേഴും അവിടെ ഇട്ടുകൊണ്ട് ഒരു കാട് വീശലാണ് പലപ്പോഴും പലരുടെയും കുമ്പസാരത്തിൽ നടക്കുന്നത്. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? അനുകൂലമായ കാലാവസ്ഥ വരുമ്പോഴേ ഇത് എങ്ങനെ കാട് വീശിയ ചെടികൾ പൊട്ടിക്കിളുക്കുന്നുവോ അതുപോലെ മൂലപാപങ്ങൾ തലവെക്കാൻ തുടങ്ങുന്നു. പ്രിയമുള്ളവരെ, മനുഷ്യഹൃദയത്തിൽ വന്നിരിക്കുന്ന 7 പാപങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അഹങ്കാരം, 2 അസൂയ, 3 കോപം, 4 അലസത, 5 ഭോഗാസക്തി, ഭോജനാസക്തി, ദ്രവ്യാസക്തി. ഈ മൂലപാപങ്ങൾ ഹൃദയത്തിൽ ഇറങ്ങിക്കിടന്നാൽ തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ അവിടെ വർഷിക്കപ്പെടില്ല. ദൈവാത്മാവ് വന്ന് ഇതിൻ്റെ മേൽ ആധിപത്യം വഹിക്കുമ്പോഴാണ് കോപം കുടികൊണ്ട്, അഹങ്കാരം കുടികൊണ്ട് ഹൃദയത്തിൽ ജ്ഞാനം ലഭിക്കുന്നു. അലസത അസൂയ കിടന്ന ഹൃദയത്തിൽ വിവേകം ലഭിക്കുന്നു. അങ്ങനെ ദാനങ്ങൾ 7 മൂലപാപങ്ങൾ 7 കഴുകപ്പെടുന്ന ഹൃദയത്തിൽ ദാനങ്ങൾ 7 ലഭിക്കുമ്പോൾ അത് ദൈവിക ജീവനിലേക്ക് ഒരു വ്യക്തിയെ പങ്കുകാരനാക്കുന്നു. ദാനങ്ങളാണ് ഒരു വിശ്വാസിയെ ദൈവോന്മുഖനായി വളർത്താൻ സഹായിക്കുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾ ദൈവത്തിൻ്റെ ശക്തിയാണെങ്കിൽ, പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ ദൈവ സ്വഭാവമാണെങ്കിൽ ദാനങ്ങൾ 7 ഹൃദയത്തിൽ വർഷിക്കുവാൻ നമ്മളെപ്പോഴും പാടാറുണ്ട്. പാവനാത്മാവേ അവിടുത്തെ ദാനങ്ങൾ 7 എന്നിൽ തരണമേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ കടന്നു വരണമെങ്കിൽ അനുതാപത്താൽ നമ്മുടെ അഹങ്കാരമെന്ന മൂലപാപത്തെ ഉരുക്കിക്കളയാൻ നമുക്ക് സാധിക്കണം. ഓരോ പാപത്തെയും 7 വേരുകൾ ഹൃദയത്തിലിട്ടുകൊണ്ട് നമ്മൾ പലപ്പോഴും പാപപ്രവൃത്തികൾ പറയും. ചിലർ കുമ്പസാരക്കൂട്ടി ചെന്ന് പറയും, ഞാൻ എൻ്റെ അമ്മായിയമ്മ ഒരു കറപ്ഷൻ തന്നാൽ ഞാൻ സ്വീകരിക്കില്ല, ഞാൻ മറ്റുള്ളവരുടെ മേൽ കയർത്ത് സംസാരിക്കും, ഞാൻ കുറ്റം പറയുന്നു. പ്രിയമുള്ളവരെ, ഇതൊക്കെ അടിസ്ഥാനപരമായി ഹൃദയത്തിൽ വേരൂന്നിരിക്കുന്ന അഹങ്കാരത്തിൻ്റെ പ്രതിഫലനങ്ങളാണ്. നമ്മൾ ആ റിഫ്ലക്ഷൻസ് മാത്രം പറഞ്ഞുകൊണ്ടായില്ല, അഹങ്കാരത്തെ പിഴുതോ കളയേണ്ടി വരും. വേരവിടെ കിടന്നാൽ ഫലം പുറപ്പെടുവിക്കത്തില്ല. ഞാൻ ഓർക്കുന്നു, ഹൈറേഞ്ചിലെ താന്നിക്കണ്ടം വനമെന്ന് പറയുന്നത് വനഭൂമി വെട്ടി ഇരട്ടിയാർ ഡാമിന് വേണ്ടി അവിടെ താമസിച്ചിരുന്ന ആൾക്കാർക്ക് കിട്ടിയ ഭൂമി കാശ്മീർ ഏരിയയിലുള്ളവരെ കൊണ്ടുവന്ന് കുടിയിരുത്തി. ആ കുടിയിരുത്ത കൂട്ടത്തിൽ ഒരു 15 സെൻറ്റ് സ്ഥലം അവിടെയുള്ളൊരു പള്ളിക്ക് ഉണ്ടായിരുന്നു. അവർക്കും ഇതുപോലെ 1 ഏക്കറുള്ള സ്ഥലം കിട്ടി. അതവർ വാഴത്തോപ്പിലുള്ള ഞാൻ താമസിച്ചിരുന്ന പള്ളിക്ക് എഴുതി കൊടുത്തു. അങ്ങനെ ഞങ്ങൾ ആ പള്ളിക്ക് 1 ഏക്കർ സ്ഥലം കിട്ടി. നാട്ടുകാർക്ക് കിട്ടിയ സ്ഥലം അവർ 3, 4, 5 ഏക്കറൊക്കെ അവർക്ക് കൂടുതൽ സ്ഥലം ഉണ്ടായിരുന്നു. ആ കിട്ടിയതെല്ലാം അവർ വന്നിട്ട് വലിയ മരക്കുറ്റികളായിരുന്നു. കാരണം 8 അടി വണ്ണം വരെയുള്ള തേക്കുണ്ടായിരുന്നു അവിടെ. ആ തേക്കിൻ്റെയൊക്കെ വേരുകൾ അവർ പിഴുതെറുത്ത് അരിഞ്ഞ് കത്തിച്ച് ചാരമാക്കി അതിനുശേഷം ഭൂമി നിരത്തി കപ്പ ഇട്ടു. ഞങ്ങളുടെ ഭൂമി മാത്രം ഷേവ് ചെയ്തിട്ട് ഒരു വശം റൗണ്ടിൽ ഷേവ് ചെയ്യാതിരുന്നതിൽ എങ്ങനെ ഇരിക്കും? അതുപോലെ ഞങ്ങളുടെ ഭൂമി കാടും വീശിയില്ല, ഒന്നുമില്ല. ഞാൻ അച്ഛനോട് എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ പ്രാർത്ഥനാ ഗ്രൂപ്പുകാരോട് പറയട്ടെ നമ്മുടെ അവിടെയും കപ്പ നടാനായിട്ട്. അച്ഛൻ പറഞ്ഞു ശരി പറഞ്ഞോളാൻ പറഞ്ഞു. ഞാൻ അവിടെ ചെന്ന് പറഞ്ഞപ്പോൾ അവർ 4 വർഷം കപ്പ ഇടാൻ തരാമെങ്കിൽ മാത്രമേ ഇവിടെ നമുക്കത് ഏക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ ചോദിച്ചാൽ അതെന്ത് പറ്റി? അതാ മരക്കുറ്റികൾ പറിക്കുന്നതിൻ്റെ കൂലി കിട്ടണമെങ്കിൽ കുറഞ്ഞത് 2 വർഷം കപ്പ ഇടണം. പിന്നെ ബാക്കി നമ്മുടെ പണിക്കൂലി എല്ലാം കിട്ടണമെങ്കിൽ 3, 4 വർഷത്തേക്ക് നമുക്ക് കിട്ടണം. ഞാൻ ചെന്ന് അച്ഛനോടത് പറഞ്ഞു. അപ്പം അച്ഛൻ പറഞ്ഞു, ഏതായാലും മരക്കുറ്റി ഒന്നും പറിക്കേണ്ട, നിങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മുടെ പറമ്പിൽ കപ്പ നിൽക്കുന്നതായിട്ട് കണ്ടാൽ മതി, അതുകൊണ്ട് നിങ്ങൾ കാട് വീശിയിട്ട് കപ്പ നട്ടോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ മരക്കുറ്റികളൊന്നും പറിക്കാതെ കപ്പ നട്ടു വളമൊക്കെ ഇട്ട് കൊടുത്തു ഉള്ള മണ്ണിൽ. അപ്പോൾ നോക്കിയാൽ ദൂരെ നിന്ന് നോക്കിയാൽ എല്ലാം ഒരുപോലെ നിൽക്കുന്നു, കപ്പ തന്നെ ഇങ്ങനെ താന്നിക്കണ്ടം മുഴുവൻ കപ്പ. അടുത്ത വർഷം കാർഷിക മേളയ്ക്ക് വാഴത്തോപ്പ് ഹൈസ്കൂളിലൂടെ ഞങ്ങൾ നടന്നു പോകുമ്പോൾ താന്നിക്കണ്ടത്തിലുണ്ടായ കപ്പ 5 അടി 3 ഇഞ്ച് നീളം, 4 കപ്പ ഒരു ചുവടിൽ, 128 കിലോ, 12 തുലാം ഉള്ള കപ്പ. ഇത് കണ്ട ഞാൻ നമ്മുടെ കൂട്ടുകാരോട് പറയണ്ടാവേ നമ്മുടെ പ്രാർത്ഥനാ ഗ്രൂപ്പിൻ്റെ കപ്പയൊന്ന് പോയി നോക്കാം. ഞങ്ങളവിടെ ചെന്ന് കപ്പ ഇങ്ങനെ പിടിച്ച് പകുതി കമ്പ് മുറിച്ചിട്ടൊന്ന് കുലുക്കിയപ്പോൾ കപ്പ് കയ്യിലോട്ട് പോകുന്നു. കാരണം അത് 5 ഇഞ്ച് നീളമേ ഉള്ളൂ അതിന് കപ്പയ്ക്ക്. എന്താ സംഭവിച്ചത്? മരക്കുറ്റി ഉള്ളത് കൊണ്ട് ഞങ്ങളിട്ട വളമോ മറ്റു കാര്യങ്ങളൊക്കെ കപ്പയ്ക്ക് കിട്ടിയെങ്കിലും വേര് തെങ്ങി കപ്പ വളർന്നില്ല. ഇതുപോലെയാണ് ധാരാളം കാര്യങ്ങൾ, ഭക്താഭ്യാസങ്ങളും കുമ്പസാരവും കുർബാനയും പള്ളിപ്പോക്കും ഒക്കെ ഉണ്ട്. പക്ഷേ അടിസ്ഥാന പാപമായ അഹങ്കാരം ഹൃദയത്തിൽ കിടക്കുന്ന ഒരു വ്യക്തിയിലേക്ക് ദൈവിക ജീവൻ കടന്നു വരികയില്ല. പ്രിയമുള്ളവരെ, അഹങ്കാരം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡെഫിനിഷൻ ഇതാണ്: എല്ലാം ദാനമായിരിക്കെ സ്വന്തമാണെന്ന് കരുതുക. അഹങ്കാരിയായ ഒരു മനുഷ്യന് ജീവൻ പോലും ദൈവത്തിൻ്റെ ദാനമാണ്. പിറന്ന ഇടം ദൈവത്തിൻ്റെ ദാനമാണ്. ഒരു പണക്കാരൻ്റെ മകനായി നീ ജനിച്ചത് നിൻ്റെ തീരുമാനം കൊണ്ടല്ല, മറിച്ച് ദൈവം നിന്നെ അവിടെ ജനിക്കാൻ അനുവദിച്ചു.
ഇടവകയിലെ ഏറ്റവും വലിയ ദരിദ്രനെ കാണുമ്പോൾ ധനവാന് ഇവൻ ചെറിയവനാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതൊരു ദൈവനിഷേധവും അടിസ്ഥാനഭാവമായ അഹങ്കാരവുമാണെന്നുള്ള തിരിച്ചറിവാണ് നമുക്കുണ്ടാകേണ്ടത്. അഹങ്കാരം പലപ്പോഴും എന്തെല്ലാം ഭവിഷ്യത്തുണ്ടാക്കുമെന്ന് പ്രഭാഷകൻ്റെ പുസ്തകത്തിലെ 10-ാം അധ്യായം 6 മുതലുള്ള വാക്യങ്ങൾ. എന്ത് കുറ്റത്തിനായാലും അയൽക്കാരൻ തിന്മ ചെയ്യരുത്, വികാരാവേശം കൊണ്ട് ഒന്നും പ്രവർത്തിക്കരുത്. അഹങ്കാരം കർത്താവിനെയും മനുഷ്യരെയും വെറുപ്പിക്കുന്നു. അഹങ്കാരം കർത്താവിനെയും മനുഷ്യരെയും വെറുപ്പിക്കും. കർത്താവിനെയും വെറുപ്പിക്കും, മനുഷ്യരെയും വെറുപ്പിക്കും. അതാണ് അഹങ്കാരം എന്ന പാപം. പിന്നെയും പറയുകയാണ്, അനീതി, അഹങ്കാരം, അത്യാഗ്രഹം ഇവ മൂലം സാമ്രാജ്യം കൈമാറിപ്പോകുന്നു. പൊടിയും ചാരവുമായ മനുഷ്യന് അഹങ്കരിക്കാൻ എന്തുണ്ട്? ജീവിച്ചിരിക്കെ തന്നെ അവൻ്റെ ശരീരം ജീർണിക്കുന്നു. പ്രിയമുള്ളവരെ, ഒരിക്കലൊരു സഹോദരനോട് ഒരു രമ്യതപ്പെടാൻ, 2 കൂട്ടരെ തമ്മിൽ രമ്യതപ്പെടുത്താനായിട്ട് ഞാൻ ചെന്നപ്പോഴേ ആ ചേട്ടൻ എന്നോട് പറഞ്ഞു, എടോ പ്രാർത്ഥനക്കാരാ, എൻ്റെ കൊരയ്ക്ക് ജീവനുണ്ടെങ്കിൽ ഞാൻ ഇവന് ഈ വിട്ടുവീഴ്ച ചെയ്യുന്ന പ്രശ്നമില്ലെന്നൊക്കെ പറഞ്ഞ് തർക്കിച്ച് ഞങ്ങളെ പറഞ്ഞു വിട്ടു. ഒരു 3-4 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ കവലയിൽ ചെന്നപ്പോൾ ഈ ചേട്ടൻ ഒരു മഫ്ളറൊക്കെ ചുറ്റി ഉച്ച സമയത്ത് കവലയിൽ നിൽക്കുന്നു. ഞാൻ ചോദിച്ചു, എന്ത് പറ്റി ചേട്ടാ? ഒരു കുരു ക്യാൻസർ പടലിക്ക് ആയിട്ട് അത് പറയാൻ അയാൾക്ക് ധൈര്യമില്ല. അതിന് പറയാൻ കുരു. പ്രിയമുള്ളവരെ, കൊരയ്ക്ക് ജീവനുണ്ടെന്ന് പറഞ്ഞപ്പോൾ ജീവിച്ചിരിക്കെ തന്നെ അയാളുടെ കൊര മരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന കാര്യം അയാൾ അറിഞ്ഞില്ല. എന്ത് കാര്യത്തിനാണ് ഇന്ന് മനുഷ്യർ അഹങ്കരിക്കുന്നത്? ഒരു സ്റ്റൗ പൊട്ടി തെറിച്ചാൽ പോരെ ഏറ്റവും വലിയ സൗന്ദര്യം ഉണ്ടായിരുന്നു പറയുന്ന ആൾ പോലും വിരൂപിയായി മാറാൻ. ഒരു മരുന്നിന് ഒരു ഇഞ്ചക്ഷൻ ചെയ്താണ് കട്ടപ്പനയിലെ ഒരു പെൺകുട്ടി 19-ാമത്തെ വയസ്സിൽ മിസ് ഇന്ത്യ ആകാൻ ആഗ്രഹിച്ച പെണ്ണിന് ഒരു മരുന്ന് മാറി ഇഞ്ചക്ഷൻ എടുത്തത് അവളുടെ ശരീരം കൂഞ്ഞിക്കൂടിപ്പോയി. 10-12 വർഷക്കാലം അവൾ കിടന്നു. 10-12 അല്ല, ജീവിതകാലത്തിൽ ഒരിക്കലും അവൾ നടക്കാത്ത വണ്ണമായി തീർന്നു. എന്തിനാണ് നമ്മൾ അഹങ്കരിക്കുന്നത്? ഒരിക്കലും ഒരു കാര്യത്തിനും അഹങ്കരിക്കാൻ നമുക്ക് പറ്റില്ല. ഇത് അഹങ്കാരം തുടങ്ങുമ്പോൾ കർത്താവിൽ നിന്ന് അകലുന്നു. ഹൃദയം അവൻ്റെ സൃഷ്ടാവിനെ പരിത്യജിക്കുന്നു. അഹങ്കാരത്തോടൊപ്പം മറ്റു പാപങ്ങളും മുളയെടുക്കുന്നു. അഹങ്കാരം ആയ മനുഷ്യനിലെ മറ്റു പാപങ്ങൾ മുളയെടുക്കും. ഇനി അഹങ്കാരിയുടെ ലക്ഷണം 11-ാം അധ്യായത്തിൻ്റെ 30 മുതലുള്ള വാക്യങ്ങൾ പറയുന്നുണ്ട്. കൂട്ടിലടച്ച പക്ഷിയെപ്പോലെയാണ് അഹങ്കാരിയുടെ മനസ്സ്. ചാരനെ പോലെ അവൻ നിൻ്റെ ദൗർബല്യങ്ങൾ ഉറ്റുനോക്കുന്നു. നന്മയെ തിന്മയാക്കുവാൻ അവൻ അവസരം നോക്കിയിരിക്കുന്നു. സൽപ്രവൃത്തികളിൽ പോലും അവർ കുറ്റം കണ്ടുപിടിക്കും. ചില മനുഷ്യർ അങ്ങനെയാണ്, നല്ല കാര്യങ്ങളിൽ പോലും കുറ്റം കണ്ടുപിടിക്കും. പ്രിയമുള്ളവരെ, എത്രമാത്രം പള്ളിയിൽ പോയാലും, എത്രമാത്രം പ്രാർത്ഥിച്ചാലും, എത്ര ഉപവസിച്ചാലും, എത്രമാത്രം പാലോ മുട്ടയോ ഇറച്ചിയോ ഒന്നും വേണ്ട എന്ന് വെച്ചാലും ശരി, അഹങ്കാരം ഹൃദയത്തിൽ കിടന്നാൽ അവിടെ ദൈവത്തെയോ മനുഷ്യരെയോ തിരിച്ചറിയുവാനോ സ്നേഹിക്കുവാനോ നമുക്ക് സാധ്യമല്ല. പ്രായോഗിക ജീവിതത്തിൽ വിശ്വാസം പ്രതിഫലിപ്പിക്കുവാൻ ഏറ്റവും തടസ്സം സൃഷ്ടിക്കുന്ന അടിസ്ഥാന പാപങ്ങളുടെ തലവനാണ് അഹങ്കാരം. പ്രിയമുള്ളവരെ, ഒരിക്കൽ ഒരാൾ ഒരു 3.5 ഏക്കർ സ്ഥലവും 40 ലക്ഷത്തോളം രൂപ മുടക്കി ഒരു ചാപ്പലും പണിത് കൊടുത്തു. ആ ചാപ്പലിൻ്റെ വെഞ്ചരിപ്പിന് മുമ്പ് അവിടുത്തെ വികാരിച്ചൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞൊരു 3 ദിവസത്തെ ധ്യാനം അവിടെ നടത്തണമെന്ന്. ഞാൻ അവിടെ ചെന്ന് നോക്കിയപ്പോൾ അച്ഛനോട് ഞാൻ പറഞ്ഞു, അച്ഛാ ഇതൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്താലോ? കുറച്ച് പിള്ളേരെ കൂടെ കൂട്ടി 2 ദിവസം മുമ്പ്, ധ്യാനം തുടങ്ങുന്നതിന് 2 ദിവസം മുമ്പ് ഞങ്ങൾ അവിടെ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ചെന്നു. ഡെക്കറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേ മുതലാളിയുടെ വീട്ടിൽ നിന്ന് ഒരു വേലക്കാരൻ വന്ന് പറഞ്ഞു, പിള്ളേരെ വന്ന് കാപ്പ് കുടിക്കാൻ പറഞ്ഞു. ഞങ്ങളെല്ലാം കൂടെ വെച്ച് കാപ്പ് കുടിക്കാൻ ചെന്നപ്പോഴേ വീടിന് ചുറ്റും തിണ്ണയാണ് അവരുടെ. ആ തിണ്ണയിൽ തേക്കില വെട്ടിയിട്ട് കപ്പയും എല്ലും വിളമ്പി വെച്ചിരിക്കുക. ഞങ്ങളെല്ലാവരും അവിടെ ഇരുന്ന് കഴിക്കാൻ തുടങ്ങി. അപ്പോഴേക്കും വികാരിച്ചൻ അവിടെ വന്നു. വികാരിച്ചൻ പറഞ്ഞു, നമ്മുടെ ധ്യാനഗുരു അവിടെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ, പോയി വിളിച്ചിട്ട് വേണമെന്ന് പറഞ്ഞപ്പോൾ അവിടുത്തെ ആൾ വണ്ടി എടുത്തുകൊണ്ട് കാറും എടുത്തുകൊണ്ട് പോകുന്നത് കണ്ടു. പോയപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനിവിടെ ഇരിപ്പുണ്ടേ. ഉടനെ എന്നോട് പറഞ്ഞു, ഇവിടെ ഇരിക്കാൻ പറ്റിയില്ല, എണീക്കണം. എന്നെ പിടിച്ച് അവിടെ നിന്ന് എണീപ്പിച്ച് അകത്ത് കൊണ്ടുവന്നു. ആദ്യത്തെ ഒരു ഡൈനിങ് ടേബിൾ, ആ ടേബിളിൽ ഇരിക്കാൻ പോയപ്പോൾ പറഞ്ഞു, അവിടെ ഇരിക്കാൻ പോയപ്പോൾ പറഞ്ഞു, ഇത് ഓർഡിനറിയാണ്. അതിനകത്തേക്ക് കടന്ന് വേറെ എണ്ണം. അവിടെ ഞാൻ ഇരിക്കാൻ പോയി. അവിടെ ഒരു ഫ്രിഡ്ജൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ പറഞ്ഞു, ഇവിടെയല്ലേ, ഇത് VIP ആണ്. പിന്നെയോ ഇനി അകത്ത് VVIP ഉണ്ട്. അവിടെ ചെന്നപ്പോഴാണ് മറ്റു പല സംഗതികളും അവിടെയുണ്ട്. അവിടെ ഇരുത്തി അതേ കപ്പയിലും എനിക്ക് വിളമ്പി തന്നു. അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ വികാരിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, ചേട്ടായി പള്ളിക്ക് സ്ഥലം കൊടുത്താൽ കൊള്ളാം, പള്ളി പണിയിച്ച് കൊടുത്താൽ കൊള്ളാം. പക്ഷേ ദൈവത്തിൻ്റെ മക്കളെ 4 തട്ടായിട്ട് തിരിച്ച് ഇവിടെ ഡൈനിങ് ടേബിളുകളുള്ളപ്പോൾ ഒരു കൂട്ടർക്ക് പുറത്ത്, ഒരു കൂട്ടർക്ക് വരാന്തയിൽ, ഒരു കൂട്ടർക്ക് അതിനകത്ത്, മറ്റൊരു കൂട്ടർക്ക് അപ്പുറത്ത്. ഇത് 4 ഡൈനിങ് ടേബിളുള്ള അത്രയും കാലം സ്വർഗത്തിൽ പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടാ എന്ന് പറഞ്ഞു. തിരിച്ചു വരുമ്പോൾ വികാരിച്ചൻ പറഞ്ഞു, തങ്കച്ച അങ്ങനെ അങ്ങേരുടെ മുഖത്ത് നോക്കി പറയാമോ? എന്തെല്ലാം നന്മ ചെയ്യുന്ന മനുഷ്യന്, ഏത് നന്മ ചെയ്താലും മനുഷ്യനെ തിരിച്ചു വ്യത്യാസത്തോടെ കാണുന്നവന് കടുത്ത അഹങ്കാരിയാണ്. അവന് സ്വർഗത്തിൽ പോകാൻ പറ്റുകയില്ല. ഞാനത് പറഞ്ഞത് എൻ്റെ ബോധപൂർവമായിട്ടുള്ളതല്ല, എൻ്റെ ഉള്ളങ്ങനെ ഉള്ളിൽ നിന്ന് വന്നു. അതുകൊണ്ട് പറഞ്ഞു പോയി, സോറി എന്നൊക്കെ പറഞ്ഞ് ഞാൻ മാപ്പൊക്കെ പറഞ്ഞു. പക്ഷേ 6 മാസം കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ രോഗശൈലിയിൽ കിടക്കുമ്പോൾ ഞങ്ങൾ ചെല്ലാനിടയായി. ചെന്നപ്പോഴേ അദ്ദേഹം എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു, തങ്കച്ച കർത്താവ് തന്നിലൂടെ സംസാരിച്ചത് എനിക്ക് അനുസരിക്കാൻ സാധിച്ചു. നോക്കൂ, ഡൈനിങ് ടേബിളെല്ലാം മാറി, ഒറ്റ ഹാള്, ഡൈനിങ് ഒറ്റ മുറിയാക്കി. മകനെ, എനിക്കറിയില്ല, നീ എൻ്റെ ഉള്ളു തുറന്നടാ. എൻ്റെ ഉള്ളു തുറന്നു. എനിക്കേറെ സന്തോഷം തോന്നി. ചില കാര്യങ്ങൾ ചിലപ്പോൾ പറയുന്നത് മനുഷ്യരുടെ മാനസാന്തരത്തിന് വേണ്ടി ദൈവം പറയിപ്പിക്കുന്നതായിരിക്കാം.
എന്ന് പറയുന്നത് അഹങ്കാരം. ജീവിതത്തിൽ ഒരിക്കലും മറ്റൊരുത്തനെ എനിക്കുള്ള സൗന്ദര്യത്തിൻ്റെ പേരിലോ എൻ്റെ പണത്തിൻ്റെ പേരിലോ എൻ്റെ കഴിവിൻ്റെ പേരിലോ താഴ്ത്തിക്കാണാൻ അവകാശമില്ല നിനക്ക്. കാരണം എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. രണ്ടാമത്തത് അസൂയയാണ്. ദൈവകൃപ ആർക്ക് നഷ്ടപ്പെടുന്നുവോ അപ്പോൾ അസൂയ ഉടലെടുക്കാൻ തുടങ്ങുന്നു. ദൈവത്തോടുള്ള ബന്ധം ആരിൽ കുറയുന്നുവോ അപ്പോൾ അസൂയ ഉടലെടുക്കും. കണ്ടില്ലേ, ആദ്യത്തെ രാജാവ് കഴുതയെ അന്വേഷിച്ചു പോയ മകനാണ്. അവനെ പിടിച്ച് രാജാവാക്കി കർത്താവ്. അവൻ രാജാവായി കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? അനുസരണക്കേട് കാണിച്ചു. യുദ്ധത്തിന് പോയപ്പോൾ ഒന്നും കൊണ്ടുപോകരുതെന്ന് പറഞ്ഞപ്പോൾ അവിടുന്ന് കൊഴുത്ത കാളക്കുട്ടിയെയും ആട്ടുമുറ്റത്തെയും കൊണ്ടുവന്നു. ആ അനുസരണക്കേട് കാണിച്ച് അവന് ദൈവകൃപ നഷ്ടപ്പെട്ടു. അന്നു മുതൽ അവൻ്റെ മേലൊരു ദുഷ്ടാരൂപി കയറി. അവനെ ആശ്വസിപ്പിക്കുവാനായിട്ടൊരു ചെറുപ്പക്കാരനെ വിളിച്ചു. മറ്റാരെയല്ല കിട്ടിയത്, ദാവീദിനെ തന്നെ കിട്ടി. ദാവീദ് നമുക്കറിയാമല്ലോ. ദാവീദ് എന്ന് പറയുന്നത് ഈ സാവൂൾ രാജാവ് ഗോലിയാത്ത് എന്ന് പറയുന്ന 7 മുഴം പൊക്കമുള്ള മനുഷ്യനെ ഇങ്ങോട്ട് വരുന്നത് കണ്ട് അവിടുത്തെ എല്ലാ പട്ടാളക്കാരും തിരിഞ്ഞോടിയപ്പോൾ രാജാവ് അകത്തളത്ത് കുത്തിയിരുന്ന് വിഷമിക്കുമ്പോൾ ദാവീദ് എന്ന് പറഞ്ഞതാണ്, യജമാനനെ, ഇവനെ കൊല്ലുന്നവൻ എന്ത് പ്രതിഫലം ലഭിക്കുമെന്ന്. തനിക്ക് മാത്രം പരിചയമുള്ള കല്ലും കവണിയുമായി പോയി ആ ഗോലിയാത്തിനെ വീഴ്ത്തിയവനാണ് ദാവീദ്. അവൻ്റെ തല വെട്ടി കൊണ്ടുവന്ന് രാജാവിന് കൊടുക്കുന്നു. ഈ ദാവീദ് കിന്നരം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുറത്ത് ഇസ്രായേൽ കന്യകമാർ നൃത്തം വെച്ചു. സാവൂൾ 1000-ങ്ങളെയെങ്കിൽ ദാവീദ് 10,000-ങ്ങളെ. ഇത് കേട്ട സാവൂള് കുന്തമെടുത്ത് ഒരൊറ്റയേറ് ദാവീദിനിട്ട്. എന്തുകൊണ്ട്? രാജാവായി എനിക്ക് 1000-ഉം എനിക്ക് കിന്നരം വായിക്കുന്നവന് 10,000-ഉം. പ്രിയമുള്ളവരെ, പണ്ട് രക്ഷിച്ചതും രാജ്യത്തിൻ്റെ പകുതിയും ഭാര്യയും കൊടുക്കാൻ എഗ്രിമെൻ്റുള്ള മനുഷ്യനാണ്. എന്നിട്ടും അവനെ ഭിത്തിയോട് ചേർത്ത് തറയ്ക്കാൻ നോക്കി. അടുത്ത ദിവസം രാജാവ് ഇവനെ കൊല്ലാനൊരുങ്ങുന്നു. രാജാവിൻ്റെ മകനിൽ നിന്ന് തന്നെ അറിഞ്ഞ് ദാവീദ് ഓടുകയാണ്. ഒരു ഗുഹയിൽ അവൻ കയറി ഒളിച്ചു. രാജാവ് ഇവനെ അന്വേഷിച്ച് ചെന്ന അവസാനം ആ ഗുഹയ്ക്കുള്ളിൽ വെച്ച് അദ്ദേഹത്തിന് രണ്ടിനും പോകണമെന്ന് തോന്നി. അവിടെ പോയി. ആ സമയത്ത് ദാവീദ് അവൻ്റെ വസ്ത്രം മുറിച്ചു കൊണ്ടുവന്ന് പുറത്തു വന്നിട്ട് പറഞ്ഞു, യജമാനനെ, വേണമായിരുന്നെങ്കിൽ ഒറ്റക്കുത്തിന് ഇവിടെ വെച്ച് കൊല്ലാമായിരുന്നു. പക്ഷേ കർത്താവിൻ്റെ അഭിഷിക്തനെതിരെ ഞാൻ കരമുയർത്തുകയില്ല. നമ്മൾ അവിടെ മുതലേ ദാവീദെ വെറുതെ, മകനെ ദാവീദേ, നീ എന്നെ കൊല്ലാമായിരുന്നിട്ട് നീ എന്നെ വെറുതെ വിട്ടല്ലോ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. ഏത് കലഹവും അസൂയയിൽ ആരംഭിച്ചതാണോ എത്ര രമ്യതപ്പെടുത്തിയാലും രമ്യപ്പെടില്ല. ഈ സാവൂള് അവസാനം ദാവീദിന് വേണമായിരുന്നെങ്കിൽ ഒരു കണ്ടത്തിൽ വെച്ച് കൊല്ലാമായിരുന്നു. അവർ വന്ന് വിശ്രമിച്ചെടുത്ത് കുറ്റിക്കാട്ടിൽ ഒളിച്ചിരുന്ന ദാവീദ് രാജാവിൻ്റെ കുന്തവും എടുത്തിട്ട് പറഞ്ഞു, ഹേ അംഗരക്ഷക, ഇങ്ങനെയാണോ രാജാവിനെ രക്ഷിക്കുന്നത്? രാജാവിൻ്റെ മൊന്തയോടെ, രാജാവിൻ്റെ കുന്തമെവിടെ? അപ്പോഴേക്കും അംഗരക്ഷകൻ വാളിൽ വീണാൻ മരിക്കാൻ പോയപ്പോൾ ഇന്നാ പിടിച്ചൊന്ന് പറഞ്ഞ് കൊടുത്തു. വേണമായിരുന്നെങ്കിൽ കൊല്ലാമായിരുന്നു. പല അവസരം കിട്ടിയിട്ടും ദാവീദ് ഒന്നും ചെയ്തില്ല. പക്ഷെ അവസാനം സാവൂളിൻ്റെ മരണം വരെ അവനോടുള്ള വൈരാഗ്യം വെച്ച് പുലർത്തി. അസൂയ നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ മറ്റൊരുത്തിൻ്റെ നന്മയിൽ ആനന്ദിക്കാനോ നമ്മളെക്കാൾ ഉയരുന്നവനിലെ ഉയർച്ച കണ്ടുകൊണ്ട് ആനന്ദിക്കാനോ സാധിക്കാത്തൊരു രോഗമാണ്. അടുത്താണ് അലസത. സമയം ദൈവത്തിൻ്റെ വലിയ ദാനമാണ്. ഇത് വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ്. പക്ഷേ അലസതയുടെ ഡെഫിനിഷൻ ഇതാണ്: എല്ലാം പോസ്റ്റ്പോൺ ചെയ്യും, മാറ്റി വയ്ക്കും. ഈ അലസത കുടികൊള്ളുന്ന ഹൃദയത്തിലും ദൈവത്തിൻ്റെ ദാനങ്ങൾ വർഷിക്കപ്പെടുകയില്ല. അതോടൊപ്പം തന്നെ കോപം, വെറുപ്പിൻ്റെ കയ്പ് വേര് അകത്തിട്ടുകൊണ്ട്, പ്രിയമുള്ളവർ, നമ്മൾ എന്തെല്ലാം അഭ്യാസ പ്രകടനങ്ങൾ കാണിച്ചാലും ദൈവത്തിൻ്റെ കൃപ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരികയില്ല. അതോടൊപ്പം തന്നെ ആസക്തികൾ, ഭോഗാസക്തി, ഭോജനാസക്തി, ദ്രവ്യാസക്തി, ഈ ആസക്തികൾക്ക് അടിമപ്പെട്ടിരിക്കുന്ന ഹൃദയങ്ങൾക്ക് ദൈവകൃപ ആർക്ക് നഷ്ടപ്പെടുന്നുവോ അവന് സ്നേഹം ഭോഗമായി മാറും. അപ്പോഴേക്കും ഇന്ന് നമ്മുടെ പത്രവാർത്തകളിലൊക്കെ കാണാൻ വയ്യേ, എത്ര പ്രായമായ മനുഷ്യൻ പോലും പീഡിപ്പിച്ചു, കുട്ടികളെ പീഡിപ്പിച്ചു, സ്ത്രീകളെ പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞുള്ള വാർത്തകൾ. എന്താ കാരണം? ദൈവകൃപ നഷ്ടപ്പെട്ട അവൻ അടിസ്ഥാന ഭാവമായ ഭോഗാസക്തിയിലാണ്. അതുകൊണ്ട് തന്നെ പ്രായമായാൽ പോലും അവനെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, ആത്മസംയമനം നടക്കുന്നില്ല. എന്തുകൊണ്ട്? ദൈവത്തിൻ്റെ ആത്മാവിന് കടന്നു വന്ന് അവനെ രക്ഷിക്കാനാവുന്നില്ല. ഇനിയുമുണ്ട് ഭോജനാസക്തി. മക്കൾക്കും ഭാര്യയ്ക്കും കഴിക്കേണ്ടതായ ഭക്ഷണം അല്ലാതെ അപ്പന് വേറൊന്നും വേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെന്തുകൊണ്ടാണ് മദ്യവും പുകവലിയും മറ്റു പലതും അപ്പൻ അഭ്യസിക്കുന്നത്? മറ്റൊന്നും കൊണ്ടല്ല, അതിനവന് ആസക്തി അവന് ഭരണം നടത്തുന്നു. ഇതിൽ നിന്നും പരിശുദ്ധാത്മാവ് നമുക്ക് മോചനം തരും. ഒപ്പം ദ്രവ്യാസക്തി. എത്ര തന്നെ ഉണ്ടാക്കിയാലും പോരാ. പണം ഉണ്ടാക്കിയിട്ടും മനുഷ്യനെ നശിപ്പിക്കുന്ന രീതിയിൽ, എന്ത് രീതിയിൽ എനിക്ക് പണം ഉണ്ടാക്കാൻ വേണ്ടി ഏത് കാര്യവും ഞാൻ ചെയ്യും. കണ്ടില്ലേ, മത്സ്യം പോലും, വലിയ മത്സ്യങ്ങൾ വാങ്ങിക്കുന്നിടത്ത് പോലും ശവങ്ങൾക്കിടുന്ന, അഴുകാതിരിക്കാൻ ഉപയോഗിക്കുന്ന മരുന്ന് ഉപയോഗിച്ച് നമുക്ക് തരുന്ന മത്സ്യത്തെ നമ്മളെ കൊണ്ട് തീറ്റിക്കുമ്പോഴും അവൻ്റെ വിചാരം പണമാണ് ദൈവമെന്നാണ്. അവനറിയുന്നില്ല ദ്രവ്യാസക്തി മൂത്തിട്ട് കൂടപ്പിറപ്പുകളെ, തന്നെപ്പോലുള്ള സഹജീവികളെ ക്യാൻസറിലേക്കും മറ്റു രോഗങ്ങളിലേക്കും എറിയുന്ന കെമിക്കൽസ് ചേർത്തുകൊണ്ട് പച്ചക്കറികളും
മത്സ്യവും ഒക്കെ കൊടുക്കുന്ന നമ്മുടെ നാട് എന്തുകൊണ്ടാണ്? എല്ലായിടത്തും മൂലപാപം എന്ന വില്ലൻ. ഇന്നത്തെ ദിവസം നമുക്ക് ഈ മൂലപാപങ്ങൾ കഴുകപ്പെട്ട് പരിശുദ്ധ ആത്മാവിനെ നിറയപ്പെടാൻ ആഗ്രഹിക്കാം. യേശുവിൻ്റെ കുരിശിലേക്കൊന്ന് നോക്കാം. കർത്താവെ, അങ്ങയുടെ അസ്ഥികൾ എണ്ണുവാൻ തക്കവണ്ണം അടിയേറ്റ് തകർന്നത് എൻ്റെ പാപത്തിന് പരിഹാരം ചെയ്യുവാനാണെങ്കിൽ ഇതാ അടിസ്ഥാന പാപങ്ങളിൽ നിന്ന് മോചിപ്പിച്ച് കർത്താവെ, എൻ്റെ പാപാവസ്ഥയെ, ഹൃദയത്തിൽ ഉള്ള പാപാവസ്ഥയെ ഓർത്ത് അനുദപിക്കുവാനും അതിൻ്റെ പരിണിത ഫലമായിട്ട് പാപപ്രവൃത്തികളെ ഏറ്റുപറയുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യേശുവിൻ്റെ കുരിശിലേക്ക് നോക്കി ആ കുരിശിൽ നിന്ന് ശക്തി സ്വീകരിച്ച് ആത്മനിറവ് പ്രാപിച്ച് ഞങ്ങളുടെ മൂലഭാവങ്ങളിൽ നിന്ന് കഴുകപ്പെടാനും അങ്ങനെ ദൈവിക ജീവൻ അഥവാ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ ഉൾക്കൊണ്ട ഒരു ഹൃദയത്തിൻ്റെ ഉടമകളാക്കി ഞങ്ങളെ മാറ്റണമേ. അങ്ങനെ ശുദ്ധീകരിക്കപ്പെട്ട ഹൃദയത്തിൽ നിന്നും ദൈവത്തിൻ്റെ ശക്തി പുറപ്പെടുവാൻ രോഗശാന്തി വരം, ദർശനവരം, ഭാഷാവരം എന്നല്ല വിവിധ വരങ്ങൾ പുറപ്പെടുന്ന ഹൃദയത്തിൻ്റെ ഉടമകളാകുവാൻ കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ ഓരോരുത്തരും ദൈവിക സ്വഭാവത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ, സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത ഉള്ളവരാകുവാൻ നമുക്കൊരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അങ്ങയുടെ നാമം വിളിച്ച് അപേക്ഷിക്കുന്ന ഏതൊരുവനെയും പാപത്തിൻ്റെ ബന്ധനത്തിൽ നിന്നും മോചിപ്പിക്കുവാൻ കരുത്തുള്ള അവിടുത്തെ അമൂല്യമായ രക്തം ഞങ്ങളുടെ മേൽ തളിക്കണമേ. കുഞ്ഞാടുകളുടെ, പശുക്കിടാവിൻ്റെയും മുട്ടാടിൻ്റെയും ഭസ്മം വിതറുന്നതും കാളക്കിടാവിൻ്റെ രക്തം തളിക്കുന്നതും അശുദ്ധരെ ശാരീരികമായി വിമോചിപ്പിക്കുന്നുവെങ്കിൽ ജീവാത്മാവ് മൂലം തന്നെ സമർപ്പിച്ച ക്രിസ്തുവിൻ്റെ രക്തം ജീവിക്കുന്ന ദൈവത്തെ ശുശ്രൂഷിക്കുവാൻ ഞങ്ങളുടെ അന്ധഃകരണത്തെ എത്രയധികമായി നിർജീവ പ്രവൃത്തികളിൽ നിന്നും വിമോചിപ്പിക്കുകയില്ല എന്ന് പറഞ്ഞ കർത്താവെ, ഞങ്ങളുടെ ഉള്ളിൽ കൂടി കൊള്ളുന്ന മൂലപാപങ്ങളാകുന്ന നിർജീവ പ്രവൃത്തികളെ പരിപൂർണമായും എടുത്തു മാറ്റുവാൻ അവിടുത്തെ അമൂല്യമായ രക്തം ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് വർഷിക്കണമേ. കർത്താവെ, അനുദപിച്ചുകൊണ്ട് അങ്ങേ പക്കലേക്ക് വരുന്നവർ, ഹൃദയം നുറുങ്ങി അങ്ങയോട് ചോദിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ നൽകുമെന്ന് അപ്പോസ്തല പ്രവർത്തനത്തിൽ പറഞ്ഞതുപോലെ തന്നെ കർത്താവെ, ഞങ്ങളിതാ അനുദപിച്ചുകൊണ്ട് ഹൃദയം നുറുങ്ങിക്കൊണ്ട് അങ്ങേ സന്നിധിയിലേക്ക് കടന്നു വരുന്നു. പരിശുദ്ധാത്മാവെന്ന ദാനം ഞങ്ങളുടെ മേൽ വർഷിച്ച് ഞങ്ങളെ എല്ലാ മൂലപാപങ്ങളിൽ നിന്നും മോചിപ്പിച്ച് പൂർണ്ണ സ്വതന്ത്രരാകണമേ. ഇതാ ഹൃദയം നുറുങ്ങി പത്രോസിൻ്റെ പ്രസംഗം കേട്ടവർ ചോദിച്ചല്ലോ, സഹോദരന്മാരെ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തെ സ്നാനം സ്വീകരിക്കുവാൻ പരിശുദ്ധാത്മാവെന്ന ദാനം നിങ്ങൾക്ക് ലഭിക്കും. ഈ വാഗ്ദാനം നിങ്ങൾക്കും നിങ്ങളുടെ സന്താനങ്ങൾക്കും വിദൂരസ്ഥർക്കും നമ്മുടെ കർത്താവ് തൻ്റെ അടുത്തേക്ക് വിളിക്കുന്ന സകലർക്കുമുള്ളതാണെന്ന് പറഞ്ഞ കർത്താവെ, ഈ ആത്മാവിനെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നതും കണ്ടുകൊണ്ടിരിക്കുന്നവരുമായ എല്ലാ വ്യക്തികളിലേക്കും അയക്കണമേ. അതുവഴി പൂർണ്ണ സ്വതന്ത്രരാക്കി അടിസ്ഥാന പാപത്തിൽ നിന്നും മോചിതരായി പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളും പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളും ഫലങ്ങളും മക്കളിൽ നിറയുവാനിടയാകണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.